ഹായ് സ്റ്റുഡൻസ്, ക്രിയേറ്റീവ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഒന്നാമത്തെ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടോപ്പിക്കായ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഹിയർ വി ഷാൽ ലേൺ അബൌട്ട് ദ സ്കോപ്പ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഇൻ ടേംസ് ഓഫ് റോൾ ഓഫ് സ്റ്റേറ്റ്, ഫങ്ഷൻസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് സിറ്റിസൺസ്. ഇപ്പോൾ ഇവിടെ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം വളരെ വിശാലമാണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അധികാരത്തിൻ്റെയും സ്വാധീനത്തിൻ്റെയും തലങ്ങളിൽ നിന്നും അതുപോലെ ഭരണകൂടത്തിൻ്റെ തലങ്ങളിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസ് ഒരുപാട് വളർന്നു കഴിഞ്ഞു മോഡേൺ കാലഘട്ടത്തിലേക്ക്. അപ്പോൾ ആധുനിക കാലത്ത് ഇനി നമ്മൾ നോക്കേണ്ടത് പൊളിറ്റിക്കൽ സയൻസ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനങ്ങളും ഭരണകൂടത്തിൻ്റെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും അതുപോലെ പൗരന്മാർക്ക് ഗവൺമെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങളും ചർച്ച ചെയ്യുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം റോൾ ഓഫ് ദ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ് പൊളിറ്റിക്കൽ സയൻസിൽ എന്ന് നമുക്ക് നോക്കാം. ദ ടേം സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് മോഡേൺ സെൻസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ മാക്കിയവെല്ലി 1469-1527. ഇപ്പോൾ മാക്കിയവെല്ലിയാണ് ആദ്യമായി ഇപ്പോൾ മോഡേൺ കാലഘട്ടത്തിൽ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ ഭരണകൂടം എന്നത് എങ്ങനെ നിർവചിക്കപ്പെടുന്നുവോ അതിനെപ്പറ്റിയുള്ള ആദ്യ പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയാണ് മാക്കിയവെല്ലി എന്ന് പറയുന്നത്. ദ ഇറ്റാലിയൻ സ്റ്റേറ്റ്സ്മാൻ. അദ്ദേഹം ഒരു ഇറ്റലിക്കാരനായിരുന്നു, ഒരു ഭരണതന്ത്രജ്ഞനും കൂടിയായിരുന്നു. സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ഹാസ് സിൻസ് റിമൈൻഡ് ദ ഫോക്കൽ പോയിന്റ് ഫോർ ദ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ്. അപ്പോൾ അതോടുകൂടിയാണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൂടുതൽ പഠനവിധേയമാക്കുകയാണ്, ഫോക്കൽ പോയിൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ് കൺസിസ്റ്റ് ഓഫ് 4 elements. These are the people, the territory on which they live, the government to rule and regulate the lives of the people, and sovereignty. അപ്പോൾ ഏതൊക്കെ 4 എലമെൻറ്റുകൾ ചേർന്ന് 4 ഘടകങ്ങൾ ചേർന്നിട്ടാണ് ഭരണകൂടം ഉണ്ടാകുന്നത്. ഒന്ന്, ഭരണകൂടത്തിന് ആളുകളുണ്ടായിരിക്കണം. രണ്ടാമത്തെ, ടെറിട്ടറി ഓൺ വിച്ച് ദേ ലൈവ്, അവർക്ക് പാർക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭൂവിഭാഗം ഉണ്ടായിരിക്കണം. ദ ഗവൺമെൻറ് ടു റൂൾ ആൻഡ് റെഗുലേറ്റ് ദ ലൈഫ്സ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ ജനങ്ങളുടെ ജീവിതത്തെ ഭരിക്കുവാനും അതുപോലെ തന്നെ നിയന്ത്രിക്കുവാനും ഒരു സർക്കാർ സംവിധാനം അവിടെ ഉണ്ടായിരിക്കണം. സോവറിനിറ്റി, പരമാധികാരം ഉണ്ടായിരിക്കണം. പരമാധികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രാജ്യത്തിനായിരിക്കണം അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും പരമാധികാരം. മറ്റു രാജ്യങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൈകടത്താനുള്ള അവകാശമില്ലാത്ത തരത്തിലുള്ള അധികാരത്തിൻ്റെ ശക്തിയെയാണ് നമ്മൾ പരമാധികാരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിച്ച് ഇംപ്ലൈസ് അൺറെസ്ട്രിക്റ്റഡ് അതോറിറ്റി ടു ടേക്ക് ഡിസിഷൻസ് ആൻഡ് മാനേജ് ഇറ്റ്സ് ഓൺ അഫെയർസ്. പരമാധികാരം എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മറ്റൊരാളുടെ ആ ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ലാത്ത ഒരു അധികാരം എന്നാണ് അതിനെക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടേക്ക് ഡിസിഷൻസ്, തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം കാര്യങ്ങൾ നിർവഹിക്കാനും മറ്റൊരാളുടെ സമ്മതം വേണ്ടാത്ത അവസ്ഥയാണ് നമ്മൾ സോവറിനിറ്റി അതല്ലെങ്കിൽ പരമാധികാരം എന്ന് പറയുന്നത്. യു വിൽ റീഡ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദീസ് 4 elements ഇൻ ദ സെക്കൻഡ് ലെസൺ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് അടുത്ത ലെസണിലാണ് കൂടുതലായിട്ട് പ്രതിപാദിക്കുന്നത്. ദ റോൾ ആൻഡ് നേച്ചർ ഓഫ് സ്റ്റേറ്റ് ഹാവ് ബീൻ ഇൻ്റർപ്രറ്റഡ് ഡിഫറൻ്റ്ലി. ഇപ്പോൾ സ്റ്റേറ്റിൻ്റെ റോൾ എന്താണ്, അതുപോലെ സ്റ്റേറ്റ് എന്താണ്, സ്റ്റേറ്റ് ഈ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ ഭരണകൂടം എന്താണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡേൺ വെസ്റ്റേൺ ലിബറൽ തിങ്കിങ് about which you will study more in the 4th lesson. ഇപ്പോൾ ലിബറൽ സ്റ്റഡീസിനെ പറ്റി, ലിബറൽ ചിന്താഗതികൾ അല്ലെ സ്വതന്ത്ര ചിന്താഗതിക്കാരുടെ വീക്ഷണകോണുകളെ പറ്റി 4ാമത്തെ അധ്യായത്തിൽ നമ്മൾ കൂടുതലായി പഠിക്കും. എറോസ് വിത്ത് ദ കൊമേഴ്സ്യൽ മെർക്കൻറ്റൈൽ റെവല്യൂഷൻ ഇൻ ദ വെസ്റ്റേൺ യൂറോപ്പ് ഇൻ ദ 16th century. അപ്പോൾ 16ാം നൂറ്റാണ്ട് കാലത്ത് ഇവിടെ വെസ്റ്റേൺ യൂറോപ്പിലാണ് ആദ്യമായിട്ട് മർക്കൻറ്റൈൽ റവല്യൂഷൻ വന്നു. മർക്കൻറ്റൈൽ വാണിജ്യ വിപ്ലവം എന്ന് വേണ്ടി പറയാം. കാരണം സാധനങ്ങളെല്ലാം കമ്പോളത്തിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് ആളുകൾ എത്തിച്ചേർന്ന ഒരു കാലഘട്ടത്തിനെയാണ് ശരിക്കും മർക്കൻറ്റൈൽ റവല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പോളത്തിന് പരമപ്രാധാന്യം വന്ന ഒരു കാലഘട്ടം. ആൻഡ് ബിക്കം പ്രൊമിനൻറ്റ് വിത്ത് ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇൻ 18th century. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വരുന്നത്. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഫലമായിട്ട് നമുക്കറിയാം വലിയ വലിയ മെഷീൻസ് അല്ലെങ്കിൽ വലിയ വലിയ യന്ത്രങ്ങൾ ഉണ്ടാക്കുകയും ആ യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യാധ്വാനത്തിൻ്റെ വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ വലിയ ഫാക്ടറികൾക്ക് സാധിക്കുകയും ചെയ്തു. ഇങ്ങനെ വലിയൊരു കുതിച്ചുചാട്ടം
സാധനങ്ങളുടെ ഉൽപ്പാദനത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാവുകയും അത് ജീവിതത്തെ തന്നെ, ലോകത്തുള്ള സകല ആളുകളുടെയും ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തൊരു പ്രതിഭാസത്തിനെയാണ് നമ്മൾ ശരിക്കും വ്യാവസായിക വിപ്ലവം എന്ന് പറയുന്നത്. വ്യാവസായിക വിപ്ലവം കൊണ്ട് ആളുകളുടെ വരുമാനം വർദ്ധിച്ചു, ഒരുപാട് ആളുകൾക്ക് ജോലികൾ ലഭിച്ചു. അതുപോലെ അതുവരെ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മതപരമായ ചട്ടക്കൂടുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ആളുകൾ അതിൽ നിന്നും പുറത്തേക്ക് വരികയും ഒരു കമ്പോള വ്യവസ്ഥിതിയുടെ ഭാഗമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ പ്രാധാന്യം കൂടുതൽ, സയൻറ്റിഫിക് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം വരികയും ചെയ്യുന്നത്. ദീസ് റെവല്യൂഷൻ ബ്രോട്ട് ഇൻ ടു ഫോക്കസ് എ ന്യൂ ഇക്കണോമിക് സിസ്റ്റം കോൾഡ് ക്യാപിറ്റലിസം. അപ്പോൾ ഒരു പുതിയൊരു സാമ്പത്തിക സംവിധാനം ഇവിടെ നിലവിൽ വരികയാണ് ചെയ്യുന്നത്. ആ സംവിധാനത്തിൻ്റെ പേരാണ് ക്യാപിറ്റലിസം അഥവാ മുതലാളിത്തം എന്ന് പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ മുതലാളിത്തം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. മാർക്കറ്റ് ഈസ് ദ പ്ലേസ് വെയർ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ സോൾഡ് ആൻഡ് ബോട്ട്. അപ്പോൾ വിപണിയാണ്, കമ്പോളമാണ് ശരിക്കും സാധന സേവനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന സ്ഥലം. ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദ ബേസിസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. അപ്പോൾ ഈ സാധന സേവനങ്ങൾ വിൽക്കപ്പെടുന്നത് നിയന്ത്രിക്കുന്നത് ഒരു രാജ്യമോ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയോ ഒന്നുമല്ല. അവിടെ ഏറ്റവും കൂടുതൽ ഈ ലിബറൽ വ്യൂ അനുസരിച്ച് അല്ലെങ്കിൽ ക്യാപിറ്റലിസം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് ഈ വിപണിയെ നിയന്ത്രിക്കുന്നത് മൊത്തമായിട്ട് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളോ അല്ല. ആരാണ്? ഡിമാൻഡും സപ്ലൈ ആണ്, ചോദനവും അതുപോലെ പ്രധാനവുമാണ്. എന്താണ് ചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ നമുക്ക് വില്ലിങ്നെസ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ അത് ചോദനം എന്ന പേരിൽ നമുക്കറിയപ്പെടാം. നമുക്കൊരു പുസ്തകം വാങ്ങാൻ ആവശ്യമുണ്ടെങ്കിൽ അത് ഒരു പുസ്തകത്തിൻ്റെ ചോദനമാണ്. അരി വാങ്ങാൻ ആവശ്യമുള്ള ആളുകളുടെ എണ്ണം എത്ര കോടിയാണോ അത്രയും ചോദനമാണ് അവിടെ ഉണ്ടായി വരുന്നത്. ഈ ചോദനം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല, പ്രധാനവും കൂടി അവിടെ ഉണ്ടായിരിക്കണം. പ്രധാനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സപ്ലൈ അല്ലെങ്കിൽ ലഭ്യത ഉണ്ടായിരിക്കണം. അപ്പോൾ ഈ ലഭ്യത ഉണ്ടാവണമെങ്കിൽ ഉൽപ്പാദകർ അവിടെ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണം. അത് ഒരു പരിധിയിൽ കവിഞ്ഞ് സാധനങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദനം കുറയുകയും ചെയ്യും. ചോദനം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ സപ്ലൈ അല്ലെങ്കിൽ സാധനങ്ങളുടെ പ്രധാനം ഉണ്ടായിരിക്കുകയും ചെയ്യണം. സാധനങ്ങളുടെ ആയിക്കോട്ടെ, സേവനങ്ങളുടെ ആയിക്കോട്ടെ. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡിമാൻഡ് കൂടുന്തോറും വില കൂടിക്കൊണ്ടേയിരിക്കും, അഥവാ ചോദനം കൂടുന്തോറും വില വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. സാധനം കിട്ടാനില്ല, അതേപോലെ തന്നെയാണ് സപ്ലൈ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വില കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് വില കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി സാധാരണഗതിയിൽ എന്ത് വരും? അതിലുള്ള പ്രധാനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും. കാരണം ആളുകൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും. കാരണം അതിന് വില കൂടുതൽ കിട്ടുന്നുണ്ട്. വില കൂടിയ സാധനങ്ങൾ ആളുകൾ ഉൽപ്പാദിപ്പിക്കും. അപ്പം എന്ത് ചെയ്യും? വീണ്ടും വില താഴോട്ടേക്ക് തന്നെ പോരും ഉൽപ്പാദനം കൂടുന്നതിനനുസരിച്ച്. അപ്പോൾ ഉൽപ്പാദനം ഒരു പരിധി കവിഞ്ഞ് വില കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അത് ലാഭകരമല്ലാതായി മാറും. അപ്പോൾ എന്ത് ചെയ്യും? അവരവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പം പിന്നെ എന്ത് ചെയ്യും? സാധനത്തിൻ്റെ ലഭ്യത കുറയുന്നു. സാധനത്തിൻ്റെ ലഭ്യത കുറയാൻ തുടങ്ങുമ്പോഴേക്കും വീണ്ടും വില വർദ്ധിക്കുന്നു. അങ്ങനെ വിലയും ഈ ചോദന പ്രധാനങ്ങൾ വിലകൾ തീരുമാനിക്കുന്ന കമ്പോള മാർക്കറ്റിനെയാണ് ശരിക്കും ക്യാപിറ്റലിസം വിഭാവനം ചെയ്യുന്നത്. അതാണിപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. മെനി പീപ്പിൾ റിഗാർഡ് ഇറ്റ് ആസ് എ സെൽഫ് റെഗുലേറ്റിംഗ്. അതുകൊണ്ട് തന്നെ ഇവിടെ നിയന്ത്രിക്കാൻ ആളുകളില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇതിന് സെൽഫ് റെഗുലേറ്റിംഗ് അല്ലെങ്കിൽ സ്വയം നിയന്ത്രിതമായിട്ടുള്ള കമ്പോളം എന്ന് പറയുന്നു. സെൽഫ് കറക്റ്റിംഗ് പ്ലേസ്, അതുപോലെ സ്വയം തിരുത്തപ്പെടുന്ന സ്ഥലമാണ് ഇത്. പ്രൊവൈഡിങ് ദെയർ ഈസ് നോ ഇൻ്റർഫറൻസ് ബൈ ദ സ്റ്റേറ്റ്. അവിടെ സ്റ്റേറ്റ് യാതൊരു തരത്തിലുള്ള, അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഭരണകൂടം. യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും അവിടെ നടത്തുന്നില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ കാഴ്ചപ്പാടുകളാണ് പ്രധാനമായിട്ടും നമുക്ക് കാണാൻ പറ്റും. അത് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ആ പ്രത്യേകതകൾ കാണാൻ പറ്റും. കോമ്പറ്റീഷൻ ഈസ് ദ ചീഫ് ഹാൾ മാർക്ക് ഓഫ് ദ മാർക്കറ്റ്. അപ്പോൾ അതുപോലെ തന്നെ കോമ്പറ്റീഷൻ നമുക്കറിയാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം വിപണിയിലേക്ക് ഇറക്കുമ്പോൾ അതിനെ മത്സരിക്കാൻ വേണ്ടി അതിനോട് കിടമത്സരം നടത്തുന്ന മറ്റ് ഉൽപ്പന്നങ്ങളും മറ്റ് കമ്പനികളുടെ സാധനങ്ങളും സേവനങ്ങളും അവിടെ ലഭ്യവുമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വരുന്നുണ്ട്? കോമ്പറ്റീഷൻ അഥവാ മത്സരം വരുന്നുണ്ട്. ഈ മത്സരം ഉപഭോക്താക്കൾക്ക് ഗുണമാണ് ചെയ്യുക. കാരണം മത്സരിക്കുന്നതിനനുസരിച്ച് സാധനങ്ങൾ അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, ഗുണനിലവാരം വർദ്ധിപ്പിക്കുകയും വേണം. എങ്കിൽ മാത്രമേ ആളുകൾ ഈ ഒരു പ്രത്യേക കമ്പനിയുടെ സാധനം എടുക്കാതെ മറ്റേ കമ്പനീൻ്റെ എടുക്കുക. അപ്പോൾ ആ മറ്റേ കമ്പനീൻ്റെ എടുക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ തന്നെ ഈ കമ്പനി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും അതിൻ്റെ സാധനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കും, വില കുറയ്ക്കും. ഇങ്ങനെ പല ടെക്നോളജികളും ഇതൊക്കെ ഉപഭോക്താവിന് ഗുണകരമായി മാറുകയും ചെയ്യും. ക്യാപിറ്റലിസം ആൻഡ് മാർക്കറ്റ് ആർ കൺസിഡർഡ് ടു സൈഡ്സ് ഓഫ് ദ സെയിം കോയിൻ.
അപ്പോൾ ഈ ക്യാപിറ്റലിസവും കമ്പോളവും അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയും കമ്പോളവും ഒരേ നാണയത്തിൻ്റെ രണ്ട് വശമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ദ സോഷ്യൽ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് ട്രേഡേഴ്സ്, മർച്ചൻസ്, ബിസിനസ്മെൻ ആൻഡ് ലേറ്റർ ദ ഇൻഡസ്ട്രിയലിസ്റ്റ് ഓൾസോ നോൺ ആസ് ബൂർഷ്വാസ് വാസ് ദ മേജർ ബെനിഫിഷ്യറി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഈ ഒരു സംവിധാനത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ എന്താണ്? ബൂർഷകൾ എന്നറിയപ്പെടുന്ന ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിൽപ്പന ചെയ്യുന്ന അല്ലെങ്കിൽ കച്ചവടക്കാർ. അത് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിയ ആളുകളാണ്. എന്താണ്? കച്ചവടം എന്നുള്ളതിനേക്കാൾ കുറച്ചും കൂടി ഇതാണ്. മർച്ചൻസ് ആണ് സാധാരണ ചെറുകിട കച്ചവടക്കാരെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബിസിനസ്മെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ബിസിനസ് നടത്തുന്ന ആളുകൾ. അപ്പോൾ ഇവർക്കൊക്കെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഗുണം ലഭിക്കുകയാണ് ചെയ്യുന്നത്. ദ ലിബറൽസ് എംഫസൈസ്ഡ് ദാറ്റ് ദ കൺസെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഈസ് ട്രൂ ബേസിസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ അതാണ് ലിബറലുകളുടെ കാഴ്ചപ്പാട്. അല്ലെങ്കിൽ ഈ എന്താണ് സ്വതന്ത്ര ചിന്തകർ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയും വേണമെങ്കിൽ പറയാം സ്വതന്ത്ര ചിന്തകർ എന്ന് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിലുള്ള ആളുകളുടെയൊക്കെ അതിലുള്ള തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകരാണ്. അവർ എന്താണ് കണക്കാക്കുന്നത്? അവർ കൺസെൻറ്റ് ഓഫ് ദ പീപ്പിൾ ഈസ് ട്രൂ ബേസ് ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോൾ ജനങ്ങളുടെ സമ്മതം കിട്ടുക എന്ന് പറയുന്നത് തന്നെ സ്റ്റേറ്റിൻ്റെ സമ്മതം കിട്ടുന്നതിന് തുല്യമാണ് എന്ന രീതിയിലാണ് അവർ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇയർലി ലിബറൽ തിങ്കേഴ്സ് ഓൾസോ കൺസിഡർ ദ സ്റ്റേറ്റ് ആസ് നെസസറി ഈവിൾ. നെസസറി ഈവിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യന്താപേക്ഷിതമാണ് എങ്കിൽ വലിയൊരു ദുരന്തവുമാണ് എന്ന അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഭരണകൂടം എന്നാണ് ഈ ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിക്കാർ അല്ലെങ്കിൽ മുതലാളിത്ത ചിന്താഗതിക്കാരുടെ പ്രധാനപ്പെട്ട ആശയം. An evil but necessary for the purpose of protecting the individual from external and internal enemies. ആഭ്യന്തരവും വൈദേശികവുമായിട്ടുള്ള ശത്രുക്കളിൽ നിന്ന് അതിലുള്ള ആ ഭരണകൂടത്തിന് കീഴിലുള്ള ജനങ്ങളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമാണ് ഭരണകൂടത്തിൻ്റെ പ്രവർത്തനം. ഭരണകൂടത്തിന് ആകെ ഒരു പോലീസ് സ്റ്റേറ്റ് എന്ന റോൾ മാത്രമേ ഉള്ളൂ. According to this view, the government is the best which governs the least. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് എന്താണ്? വളരെ നല്ല കാര്യമാണ്. വിച്ച് ഗവേൺസ് ദ ലീസ്റ്റ്. പക്ഷേ അത് ഒട്ടും എന്ത് ചെയ്യുന്നില്ല? ഭരണം നിർവഹിക്കപ്പെടുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് വേണം, പക്ഷേ ഗവൺമെൻറ് ഭരണം ആവശ്യമില്ല. ഇൻ അതർ വേർഡ്സ് ദ സ്റ്റേറ്റ് ഷുഡ് ബി എ പോലീസ് സ്റ്റേറ്റ്. അപ്പോൾ ഒരു പോലീസ് സ്റ്റേറ്റ്, പോലീസിനെയും പട്ടാളത്തെയും വളർത്തിക്കൊണ്ടുവരിക. ആഭ്യന്തര കാര്യം ഇപ്പോൾ നോക്കാൻ പോലീസും, അന്താരാഷ്ട്ര കാര്യങ്ങളെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി പട്ടാളവും നിലകൊള്ളുക. ഇതാണ് പോലീസ് സ്റ്റേറ്റിൻ്റെ പ്രത്യേകത. ആൻഡ് ഹെൻസ് ദ ലിമിറ്റഡ് വൺ. അതുകൊണ്ട് സർക്കാരിന് മറ്റു കാര്യങ്ങളിലൊന്നും കാര്യമായ കൈകടത്തലുകൾ ഉണ്ടായിരിക്കില്ല. നമുക്കിപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളൊക്കെ നോക്കിയാൽ അറിയാം, സർക്കാർ ഇപ്പോൾ പ്രൈവറ്റ് വ്യക്തികളുടെ കാര്യങ്ങൾ കമ്പോളങ്ങളിലൊന്നും വലിയ കൈകടത്തലുകൾ നടത്താറില്ല. അവിടെ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഗവേണൻസ് ആണ് ശരിക്കും വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഭരണ സംവിധാനമാണ് വരുന്നത്. ഇറ്റ് ഷുഡ് ഓൾസോ ബി ലിമിറ്റഡ് ഇൻ എ ഡിഫറൻറ്റ് സെൻസ്. As John Locke, the famous English liberal philosopher of the 17th century, said, it is there to protect individuals' natural right to life, ലിബേർട്ടി ആൻഡ് പ്രോപ്പർട്ടി. അപ്പോൾ ആളുകളുടെ ജീവിക്കാനുള്ള അവകാശം, അതുപോലെ ആളുകളുടെ സ്വാതന്ത്ര്യം, ആളുകളുടെ സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, ഇവ ഉറപ്പുവരുത്തുക എന്നുള്ളത് മാത്രമാണ് സ്റ്റേറ്റ് അഥവാ ഭരണകൂടത്തിൻ്റെ ചുമതല എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞിരിക്കുന്നത്. ഒരു വലിയ ചിന്തകനാണ്, അമേരിക്കൻ ചിന്തകനൊക്കെയാണ് അദ്ദേഹം. അപ്പോൾ ഇനി നോക്കാം, റൈറ്റ്സ് ആർ ക്ലെയിംസ് ബൈ ദ ഇൻഡിവിജ്വൽസ് ഓൺ ദ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾക്കും ഭരണകൂടത്തിന്മേലുള്ള അവകാശങ്ങൾ, അല്ലെങ്കിൽ അവകാശങ്ങളെയാണ് ശരിക്കും എന്തെന്ന് റൈറ്റ്സ് അല്ലെങ്കിൽ അവകാശങ്ങളെന്ന് പറയുന്നത്. ക്ലെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറയാം? ഭരണകൂടത്തിന് മുകളിലുള്ള അവരുടെ അധികാരം എന്ന് വേണേൽ പറയാം. നാച്ചുറൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ് വിത്ത് വിച്ച് ആൻ ഇൻഡിവിജ്വൽ ഈസ് സപ്പോസ്ഡ് ടു ഹാവ് ബീൻ ബോൺ. അപ്പോൾ നാച്ചുറൽ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായിട്ട് അവർക്ക് ലഭിക്കുന്ന റൈറ്റുകളാണ് അല്ലെങ്കിൽ അവകാശങ്ങളാണ്. ഇത് ഇൻഡിവിജ്വൽസ്, ഓരോ ആളുകളും ജനിക്കുമ്പോൾ തന്നെ ആ അവകാശങ്ങളോട് കൂടിയാണ് ജനിക്കുന്നത്. ദീസ് ആർ സോ ടു സേ ഗോഡ് ഗിവൺ റൈറ്റ്സ്. അതുകൊണ്ട് തന്നെ ഇത് ദൈവദത്തമായ അവകാശങ്ങളെന്ന് നമുക്ക് പറയാം. മോർ ഇമ്പോർട്ടൻ്റ്ലി, ഇൻഡിവിജ്വൽ ഈസ് സപ്പോസ്ഡ് ടു ഹാവ് അക്വയർഡ് ദം ഈവൻ ബിഫോർ ദ സ്റ്റേറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ്. അപ്പോൾ സ്റ്റേറ്റ് അഥവാ ഭരണകൂടം നിലവിൽ വരുന്നതിന് മുന്നേ തന്നെ ഓരോ വ്യക്തികൾക്കും ഈ അവകാശങ്ങൾ ജന്മനാ ഉണ്ട്. ദ ഇമ്പോർട്ടൻ്റ് ഇംപ്ലിക്കേഷൻ ഈസ് ദാറ്റ് സിൻസ് ദ സ്റ്റേറ്റ് ഹാസ് നോ റോൾ ഇൻ ദ ക്രിയേഷൻ ഓഫ് ഓർ ഗ്രാൻഡിങ് ഓഫ് ദീസ് റൈറ്റ്സ്. അപ്പോൾ ഈ അവകാശങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഈ അവകാശങ്ങൾ
കൊടുക്കുക അല്ലെങ്കിൽ എന്താണ് നൽകുക എന്ന കാര്യത്തിലോ സ്റ്റേറ്റിന് ഭരണകൂടത്തിന് യാതൊരു തരത്തിലുള്ള റോളും ഇല്ല എന്നാണ് ലിബറലിസ്റ്റ് വ്യൂ. എന്ന് വെച്ചാൽ എന്താണ്, ഇത് ആരും തരേണ്ട ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും ജീവിക്കാനുള്ള അവകാശം എന്ന് പറയുന്നതും ആരും തരേണ്ടതല്ല. അത് ഞങ്ങൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് ആരും തരേണ്ട ആവശ്യമില്ല. തരണമെങ്കിൽ അവൻ്റെ കയ്യിലുള്ള സാധനമല്ലേ നമുക്ക് വേണ്ടത്. അവൻ്റെ കയ്യിലല്ലല്ലോ ഉള്ളത്, സ്റ്റേറ്റിൻ്റെ കയ്യിലല്ല ഇൻഡിവിജ്വൽസിൻ്റെ സ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം ഉള്ളത് ഓരോ വ്യക്തിയുടെയും കയ്യിൽ തന്നെയാണ്. അപ്പോൾ അതാരും തരേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കയ്യിലുള്ളതാണ്, അത് നിങ്ങൾ തട്ടിപ്പറിക്കാതിരുന്നാൽ മതി എന്ന് മാത്രമാണ് ഈ ഒരു ചിന്താഗതിക്കാർ പറയുന്നത്. ഇറ്റ് കനോട്ട് ടേക്ക് അവേ ഓർ അബ്രിഡ്ജ് ദീസ് റൈറ്റ്സ്. അപ്പോൾ ഇവയെ ഇല്ലായ്മ ചെയ്യാനോ എടുത്തു കളയാനോ സാധ്യമല്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ബൈ കോൺട്രാസ്റ്റ്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ് അടുത്ത സ്റ്റേറ്റിൻ്റെ റോളിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. സ്റ്റേറ്റിൻ്റെ റോളിൽ എന്താണ് ലിബറൽ വ്യൂ എന്താണെന്നാണ് ഇപ്പോൾ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർക്സിസ്റ്റ് വ്യൂ ആണ്. അപ്പോൾ സോഷ്യലിസം കമ്മ്യൂണിസത്തിൻ്റെ വക്താവാണ് മാർക്സിസ്റ്റ്, നമുക്കറിയാം. അപ്പോൾ എബൌട്ട് വിച്ച് യു വിൽ സ്റ്റഡി മോർ ഇൻ ദ 4th ലെസൺ. അതിനെപ്പറ്റി 4th ലെസണിൽ കുറച്ചും കൂടി പറയുന്നുണ്ട്. ഇനി ഡസ് നോട്ട് കൺസിഡർ ദ സ്റ്റേറ്റ് ആസ് എ ഇംപാർഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷപാതരഹിതമായിട്ടുള്ള സംവിധാനമായിട്ട് മാർക്സിസ്റ്റ് കണക്കാക്കുന്നില്ല. ഇറ്റ് അസേർട്സ് ദാറ്റ് ത്രൂ ഔട്ട് ദ സെഞ്ച്വറീസ് ദ സ്റ്റേറ്റ് ഹാസ് ബീൻ എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ഹൗസ്. അപ്പോൾ ഉള്ളവൻ്റെ കയ്യിലുള്ള ഒരു ഉപകരണമാണ് ഭരണകൂടം എന്നാണ് മാർക്സ് പറയുന്നത്. ഫോർ എക്സ്പ്ലോയിറ്റിംഗ് ആൻഡ് ഡൊമിനേറ്റിംഗ് ദ ഹാവ് നോട്ട്സ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ആ ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ളത്? എക്സ്പ്ലോയിറ്റ് ചെയ്യാനും ചൂഷണം ചെയ്യുവാനും മറ്റുള്ളവരുടെ മേലിൽ അധികാരം സ്ഥാപിക്കാനും. ആരുടെ മേലിലാണ് അധികാരം സ്ഥാപിക്കുന്നത്? ഹാവ് നോട്ട്സിൻ്റെ മുകളിൽ. ഹാവ് നോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തവൻ്റെ മേൽ. അപ്പോൾ ഉള്ളവൻ ഇല്ലാത്തവൻ്റെ മേലിൽ അധികാരം സ്ഥാപിക്കുവാനും അതുപോലെ അവനെ ചൂഷണം ചെയ്യുവാനും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംവിധാനത്തെയാണ് ഭരണകൂടം എന്ന് പറയുന്നത് എന്നാണ് മാർക്സിയൻ ചിന്താഗതി. ഇൻ ഫ്യൂച്ചർ ക്ലാസ്ലെസ് സൊസൈറ്റി ലൈക്ക് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റിയിലെ ക്ലാസ്ലെസ് സൊസൈറ്റിയാണെന്ന് പറയുന്നത്. എന്താണ് ക്ലാസ്ലെസ്? വർഗ്ഗങ്ങളില്ലാത്ത. വർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ 2 അടിസ്ഥാന വർഗ്ഗങ്ങളാണുള്ളത്. ഒന്നെന്താണ് ഉള്ളവനും ഒന്ന് ഇല്ലാത്തവനും. അപ്പോൾ മുതലാളിയും തൊഴിലാളിയും, അങ്ങനെയുള്ള 2 വർഗ്ഗങ്ങളാണ് മാർക്സിയൻ ചിന്താഗതിയിലുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള വർഗ്ഗങ്ങളില്ലാത്ത ഒരു ഭാവി സമൂഹത്തെയാണ് മാർക്സിസ്റ്റുകാർ സ്വപ്നം കാണുന്നത്. ദ സ്റ്റേറ്റ് വുഡ് വിതർ അവേ. അവിടെ സ്റ്റേറ്റിന് ഒരു പ്രാധാന്യവും ഇല്ല. അതേസമയം ഇനി അടുത്തതൊരു ഗാന്ധിയൻ വ്യൂ ആണ്. ഗാന്ധിജിയുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്റ്റേറ്റ് വുഡ് ജസ്റ്റിഫൈ ഇറ്റ്സ് എക്സിസ്റ്റൻസ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് അത് അതിൻ്റെ നിലനിൽപ്പിനെ ന്യായീകരിക്കപ്പെടണമെന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ബൈ ആക്ടിങ് ആസ് എ ട്രസ്റ്റി ഓഫ് ദ പീപ്പിൾ ജനങ്ങളുടെ ഒരു ട്രസ്റ്റി ആയിട്ട് വേണം സ്റ്റേറ്റ് പ്രവർത്തിക്കാൻ. ഇറ്റ് ഷുഡ് ഹെൽപ്പ് ദ പൂറസ്റ്റ് ആൻഡ് ദ വീക്കസ്റ്റ് വൺ. പൂറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കസ്റ്റ് ആയിട്ടുള്ള ആളുകളെ വേണം അത് എന്ത് ചെയ്യാൻ, പരിപാലിക്കാൻ. ഇറ്റ് ഷുഡ് റിസോർട്ട് ടു ഹിം ഓർ ഹെയർ കൺട്രോൾ ഓവർ ഹിസ് ഓർ ഹെയർ ലൈഫ് ആൻഡ് ഡെസ്റ്റിനി. അപ്പോൾ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ള കഴിവ് അല്ലെങ്കിൽ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുവാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കണം? സ്റ്റേറ്റിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്റ്റേറ്റിന് നിലനിൽപ്പുള്ളൂ എന്നാണ് ഗാന്ധിയൻ വ്യൂ. ദ വെൽഫെയർ സ്റ്റേറ്റ് വിച്ച് സ്ലോലി എമർജ്ഡ് ഡ്യൂറിങ് 1930s, 1930കളിലാണ് ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്ന ഒരാശയം ഉടലെടുക്കുന്നത്. ട്രൈസ് ടു പ്രൊമോട്ട് ദ വെൽബീയിങ് ഓഫ് സിറ്റിസൺസ്. അപ്പോൾ ഓരോ പൗരന്മാരുടെയും ക്ഷേമമാണ് അത് ഉദ്ദേശിക്കുകയും ചെയ്യുന്നത്. എസ്പെഷ്യലി ദ പുവർ, ദ നീഡി, ദ അൺഎംപ്ലോയിഡ് ആൻഡ് ദ ഏജ്ഡ്. അപ്പോൾ ദരിദ്രരായിട്ടുള്ള ആളുകൾ, വലിയ ഓരോ കാര്യങ്ങൾ ആവശ്യമുള്ള ആളുകൾ, അതുപോലെ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾ, വൃദ്ധരായിട്ടുള്ള ആളുകൾ, ഇവരുടെയൊക്കെ ക്ഷേമം നടപ്പിലാക്കുക എന്നുള്ളതാണ് സ്റ്റേറ്റിൻ്റെ ഉദ്ദേശം എന്നാണ് വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നൗ ജനറലി അഗ്രീഡ് ദാറ്റ് ദ വെൽഫെയർ സ്റ്റേറ്റ് എക്സിസ്റ്റ് ടു പ്രൊമോട്ട് കോമൺ ഗുഡ്. അപ്പോൾ സാമാന്യമായ കോമൺ ഗുഡ്, സാധാരണ ജനങ്ങളുടെ ശാക്തീകരണം അല്ലെങ്കിൽ ഗുഡ്നെസ് ഉണ്ടാക്കിയെടുക്കുക, നന്മ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. സോ ദ ഫങ്ഷൻസ് ഓഫ് ദ സ്റ്റേറ്റ് ഹാവ് ഇൻക്രീസ്ഡ് മെനിഫോൾഡ്. അതോടുകൂടിയാണ് സ്റ്റേറ്റിൻ്റെ പ്രാധാന്യം കൂടുതൽ വർദ്ധിക്കാൻ തുടങ്ങിയത്. ദ സ്റ്റേറ്റ് ആക്ട് ആസ് എ ട്രസ്റ്റി ഓഫ് ദ പീപ്പിൾ മീൻസ് ദാറ്റ് ഇറ്റ് ഷുഡ് ഹോൾഡ് പീപ്പിൾസ് പവർ ആസ് എ ട്രസ്റ്റ് ഫോർ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്. ഇപ്പോൾ ഒരു ട്രസ്റ്റ് എങ്ങനെയാണോ നടത്തിക്കൊണ്ടുപോകുന്നത്, ഒരു സന്നദ്ധ സംഘടന എങ്ങനെയാണോ നടത്തിക്കൊണ്ടുപോകുന്നത്, ആ രീതിയിൽ വേണം ഒരു ഭരണകൂടം പ്രവർത്തിക്കാൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമരാഷ്ട്രം എന്നതിലൂടെ വിഭാവനം ചെയ്യുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് കൺസിഡർ പീപ്പിൾ ആസ് എ ഹെൽപ്ലെസ് സബ്ജക്ട്സ് ബട്ട് ആസ് കോ റൂളേഴ്സ് ഇൻ ഇറ്റ്സ് ഗവർണൻസ്. അപ്പോൾ സാധാരണ ജനങ്ങളെ
നമ്മൾ എന്താണ് ഒന്നിനും കൊള്ളാത്തവരായിട്ട് കഴിവില്ലാത്തവരായിട്ട് കണക്കാക്കാതെ അവരെ ഈ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ ഈ റൂളിംഗ് അഥവാ ഭരണ സംവിധാനത്തിൻ്റെ കോ റൂളേഴ്സായിട്ട് ഭരണകർത്താക്കളായിട്ട് കണക്കാക്കുന്ന ഒരു സംവിധാനത്തിനെയാണ് വെൽഫെയർ സ്റ്റേറ്റ് വിഭാവനം ചെയ്തത്. പവർ റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് വൺ പേഴ്സൺ അഫക്റ്റിംഗ് ദ ആറ്റിറ്റ്യൂഡ്സ് ഓർ ആക്ഷൻ ഓഫ് അനദർ. അപ്പോൾ ഇവിടെ സ്വാധീനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ശക്തി അല്ലെങ്കിൽ സ്വാധീനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാൾക്ക് മറ്റുള്ള ആളുടെ മേൽ ചെലുത്താൻ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവത്തിലോ പ്രവർത്തനത്തിലോ മാറ്റം വരുത്താനുള്ള കഴിവിനെയാണ് സ്വാധീനമെന്ന് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് പവർ ഓവർ യു ഇഫ് ഐ ക്യാൻ മേക്ക് യു ഡു വാട്ട് യു വുഡ് നോട്ട് ഹാവ് ഡൺ അതർവൈസ്. അപ്പം നിങ്ങളെ മേഖലയിൽ എനിക്ക് സ്വാധീനമുണ്ടെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, ഏതെങ്കിലും പ്രവർത്തനങ്ങളായിക്കോട്ടെ, ആ പ്രവർത്തനങ്ങൾ ഞാൻ വിചാരിച്ച രീതിയിൽ നിങ്ങളുടെ മേലിൽ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ അതിനെയാണ് എൻ്റെ സ്വാധീനമെന്ന് പറയുന്നത്. ബട്ട് പവർ ഈസ് നോട്ട് ഓൾവേസ് എക്സസൈസ്ഡ് ഓപ്പൺലി. അപ്പോൾ ഈ പവർ എന്ന് പറയുന്നത് നേരിട്ടല്ല, അല്ലെങ്കിൽ ഈ സ്വാധീനം എന്ന് പറയുന്നത് നേരിട്ടല്ല നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. പിന്നെ എങ്ങനെയാണ്? ഇറ്റ് ക്യാൻ ബി എക്സസൈസ്ഡ് ഇൻ അൺസീൻ വേ. നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് കണ്ണുകൾ കൊണ്ട് നഗ്നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിലാണ് ഈ സ്വാധീനം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ആസ് ഇൻ കൺട്രോളിങ് ദ അജണ്ട. നമുക്ക് ഒരു പ്രത്യേക അജണ്ട ഉണ്ടാകും, ഈ അജണ്ട നടപ്പിലാക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഹവർ പവർ ക്യാൻ ബി ബെസ്റ്റ് എക്സസൈസ്ഡ് വെൻ ഐ ക്യാൻ കൺവിൻസ് യു അബൌട്ട് വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് ഫോർ യു. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് നല്ലത്, എന്താണ് നിങ്ങൾക്ക് മോശം എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ മേലിൽ വ്യക്തമായ സ്വാധീനം ചെലുത്താൻ വേണ്ടി കഴിയും. ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് മൈ പവർ ഓവർ യു വുഡ് ബി കംപ്ലീറ്റ്. അതോടുകൂടിയാണ് നിങ്ങളുടെ മേലുള്ള എൻ്റെ സ്വാധീനം പരമമായിട്ട് ആയിത്തീരുന്നത്. ആൻഡ് ദിസ് ഡൊമിനൻസ് വുഡ് ഓൾവേസ് ഗോ അൺചലഞ്ച്ഡ്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സ്വാധീനം നിങ്ങളുടെ മേൽ ഞാൻ നടത്തി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും വെല്ലുവിളിക്കപ്പെടാത്ത രീതിയിൽ എനിക്ക് നിങ്ങളെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എൻ്റെ ഒരു ചെൽപ്പടിക്ക് നിൽക്കുന്ന ആളാക്കി മാറ്റാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ബൈ പവർ ഓഫ് ദ ഗവൺമെൻറ് വി തിങ്ക് ഓഫ് ദ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ ഇതാണ് പവർ എന്നുകൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം എന്ന വാക്കിൻ്റെ ഒരു മീനിങ് എങ്കിൽ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ഈ പവർ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് പരിശോധിക്കാം. വി തിങ്ക് ദ മിനിസ്റ്റേഴ്സ് ഹൂ ഹാവ് ഡിപ്പാർട്ട്മെൻറ്റ് അണ്ടർ ദം ഫോർ ദ എക്സസൈസ് ഓഫ് പവർ ഓവർ ദ ഏരിയ ഓഫ് ദെയർ ഡൊമിനൻസ്. അപ്പോൾ ഇവിടെ പവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂവിഭാഗത്തിൻ്റെ മുകളിൽ അദ്ദേഹത്തിന് സ്വാധീനം ചെലുത്താൻ കഴിയുന്നു, അത് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നു. ഇതിനെയാണ് ശരിക്കും പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെയർ ഈസ് എ ബ്യൂറോക്രസി ആൻഡ് എനോർമസ് സ്ട്രക്ചർ ഓഫ് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അവിടെ ഒരു ഭരണ സംവിധാനം, ഉദ്യോഗസ്ഥ വൃന്ദ സംവിധാനം അവിടെ നിലവിലുണ്ട്. ആൻഡ് എനോർമസ് സ്ട്രക്ചർ, അതുപോലെ തന്നെ വലിയൊരു ഒരു ഭരണ സംവിധാനവും അവിടെ നിലനിൽക്കുന്നു. ആരുടെ? സർക്കാരിൻ്റെത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഭരണം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. വിച്ച് ഹാസ് പവർ ഓവർ അസ്. അതിനാണ് നമ്മളുടെ മേൽ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. ഇറ്റ് ക്യാൻ കൺട്രോൾ അവർ ലൈഫ്സ് ഇൻ വേരിയസ് വേസ് ഓഫ് ബൈ മേക്കിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തെ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുക മീൻസ് നിയന്ത്രിക്കുന്നുണ്ട്. എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ബൈ മേക്കിംഗ്, അഡ്മിനിസ്റ്ററിങ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് ലോസ്. അപ്പോൾ അവിടെ നിയമങ്ങളാണ് ഈ ഭരണത്തിന് അല്ലെങ്കിൽ ഈ ഭരണത്തിന് സഹായകമായി തീരുന്നത്. നമ്മളെ സ്വാധീനിക്കാനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നത് നിയമമാണ്. ആ നിയമം ഉണ്ടാക്കുക, അതുപോലെ അത് നിയമം നടപ്പിൽ വരുത്തുക, അതുപോലെ അത് നടത്തിക്കൊണ്ടുപോവുക. ഇതൊക്കെയാണ് പ്രധാനമായും സർക്കാരിൻ്റെ ചുമതല. അപ്പോൾ ഈ നിയമം എന്ന് പറയുന്ന വാക്കിനാണ് ഇവിടെ പ്രാധാന്യം. ഹിയർ വൺ തിങ് ഈസ് ടു ബി നോട്ടഡ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, പവർ ഡസ് നോട്ട് ലൈ ഓൺലി ഇൻ ഹൈലി പബ്ലിസൈസ്ഡ് ഏരിയാസ് ഓഫ് സോഷ്യൽ ലൈഫ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും സ്വാധീനമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ലൈക്ക് ഗവൺമെൻറ്, അഡ്മിനിസ്ട്രേഷൻ, ഇലക്ഷൻ എക്സെട്ര. ഇതിലൊക്കെയാണ് പ്രധാനമായിട്ടും സാമൂഹ്യ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എന്ന് പറയുന്ന ഏരിയാസ് ഓഫ് സോഷ്യൽ ലൈഫ്, സാമൂഹ്യ ജീവിതത്തിൻ്റെ, അതുപോലെ ഗവൺമെൻറ്, സർക്കാർ തലങ്ങളിൽ, ഭരണ സംവിധാനത്തിലെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ സ്വാധീനം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇറ്റ് ഓൾസോ എക്സ്റ്റെൻഡ് സ്മോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈക്ക് ഫാമിലി എക്സെട്ര. അപ്പോൾ ഈ നിയമങ്ങളുടെ സ്വാധീനം
സർക്കാർ തലത്തിൽ മാത്രമല്ല, നമ്മുടെ കുടുംബ തലത്തിൽ പോലും ഇതിൻ്റെ സ്വാധീനം നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും എന്നാണ് പറയുന്നത്. മെനി ഫെമിനിസ്റ്റ് ആർ ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ഇൻസൈഡ് ദ പ്രൈവറ്റ് വേൾഡ് ഓഫ് ദ ഫാമിലി മാൻ എക്സസൈസ് പവർ ഓർ ഡൊമിനൻസ് ഓവർ വുമൺ. അപ്പോൾ ഇതിനുള്ളൊരു ഉദാഹരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫെമിനിസ്റ്റുകൾ, സ്ത്രീപക്ഷ ചിന്താഗതിക്കാർ പ്രധാനമായിട്ടും പറയുന്നത് എന്താണ്, ഫാമിലിയിൽ പോലും, നമ്മുടെ കുടുംബത്തിൽ പോലും ആണുങ്ങൾക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ പവറാണുള്ളത്, അല്ലെങ്കിൽ സ്വാധീനമാണ് ഉള്ളത്. അത് ചിലപ്പോഴൊക്കെ സ്ത്രീകൾക്ക് ദോഷകരമായി ഭവിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നിയമനിർമ്മാണം വേണമെന്നൊക്കെ ആര് പറയുന്നുണ്ട്? സ്ത്രീപക്ഷ ചിന്താഗതിക്കാർ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലി ലൈഫിലും ഈ നിയമങ്ങൾ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് വെരി ആപ്റ്റ്ലി സെഡ് ഈവൻ ദ പേഴ്സണൽ ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ പോലും പൊളിറ്റിക്കലാണ് എന്ന് പറയേണ്ടി വരും. കാരണം കുടുംബജീവിതത്തിൽ പോലും ഈ നിയമങ്ങളുടെ സ്വാധീനം വളരെ ആഴ്ന്നു പോയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. Another thing to be noticed is that there is a distinction between legitimate and illegitimate power. അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്വാധീനങ്ങളാണുള്ള, ലെജിറ്റിമേറ്റ് പവറും ഇല്ലെജിറ്റിമേറ്റ് പവറും. എന്താണ് ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ? നിയമാനുസൃതമായ നമ്മുടെ സ്വാധീനത്തിൻ്റെ ശക്തിയെയാണ് ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത്. ഇല്ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസൃതമല്ലാത്ത സ്വാധീനം, നിയമവിരുദ്ധമായ സ്വാധീനങ്ങളെയാണ് ഇല്ലെജിറ്റിമേറ്റ് പവർ എന്ന് പറയുന്നത്. There can be a power which is considered right or proper. അപ്പോൾ ശരിയായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടി സ്വാധീനം നടത്തുന്നതിനെയാണ് നമ്മൾ ലെജിറ്റിമേറ്റ് പവർ എന്ന് വേണ്ടി പറയാം. അത് യഥാർത്ഥത്തിലാണ്. ബിക്കോസ് ഐ ഡു നോട്ട് കംപ്ലൈ വിത്ത് ഹിസ് വിഷസ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിന് എതിരായിട്ട് കംപ്ലൈൻ്റ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. ഐ മൈറ്റ് ലോസ് മൈ ലൈഫ് ഓർ ലിംബ്. കാരണം എന്താണ്? അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ ജയിലിൽ കിടക്കും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. But it is not proper power as it is generally understood. Contrary to it, the power that the government, representatives, policemen and judges exercise over me is proper power. അപ്പോൾ ഈ പ്രോപ്പർ പവർ എന്ന് പറയുന്നത് എന്താണ്? പോലീസ്മെൻ, അതുപോലെ റെപ്രസെൻറ്റേറ്റീവ്സ്, ഗവൺമെൻറ് റെപ്രസെൻറ്റേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് MP-മാർ, MLA-മാർ, അതുപോലെ നമ്മളുടെ വാർഡ് മെമ്പർമാർ, പ്രസിഡൻറ്റ്, സെക്രട്ടറി, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, ജഡ്ജസ്, അതുപോലെ കോടതിയിലുള്ള ജഡ്ജിമാർ, ഇവരൊക്കെ നമ്മളുടെ മുകളിൽ നടത്തുന്ന സ്വാധീനം എന്ന് പറയുന്നതിനെയാണ് പ്രോപ്പർ പവർ എന്ന് പറയുന്നത്. ദ ഡെക്കോയിറ്റ്സ് പവർ ഈസ് ഇല്ലെജിറ്റിമേറ്റ്. ഇനി നമ്മൾ ഇല്ലെജിറ്റിമേറ്റ് പവർ എന്താണെന്ന് നോക്കാം, അല്ലെങ്കിൽ നിയമവിരുദ്ധമായ സ്വാധീനം എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഡെക്കോയിറ്റ് ഒരു സ്വേച്ഛാധിപതി ഭരണം നടത്തുന്നുണ്ടെങ്കിൽ അത് ഇല്ലെജിറ്റിമേറ്റ് പവറായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടി പറ്റും. സ്വേച്ഛാധിപതി നല്ല രീതിയിലല്ല ഭരണം നടത്തുന്നതെങ്കിൽ അത് ഇല്ലെജിറ്റിമേറ്റ് പവറാണ്. ദ ഡെക്കോയിറ്റ്സ് പവർ ഈസ് ഇല്ലെജിറ്റിമേറ്റ് പവർ വൈൽ ദ ഗവൺമെൻറ്റ്സ് ഈസ് ലെജിറ്റിമേറ്റ്. ഡെക്കോയിറ്റ്സിൻ്റെ പവർ എന്ന് പറയുന്നത് ഇല്ലെജിറ്റിമേറ്റാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ പവർ, സർക്കാരിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് നിയമപരവുമാണ്. ആൻഡ് ദ പവർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഓവർ മീ ഈസ് കോൾഡ് അതോറിറ്റി. അപ്പോൾ നമുക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചില അധികാരങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ആണ് നമ്മൾ അതോറിറ്റി എന്ന് വേണ്ടി പറയുന്നത്. അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോറിറ്റി എന്ന്. അതോറിറ്റി കണ്ടെയ്ൻസ് ദ ടു ഐഡിയാസ് ഓഫ് പവർ ആൻഡ് ലെജിറ്റിമസി. അപ്പോൾ അതോറിറ്റി എന്ന് പറയുന്നത് രണ്ട് ആശയങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഒന്നെന്താണ്? സ്വാധീനം, ഒന്ന് ലെജിറ്റിമസി, അതിൻ്റെ നിയമാനുസൃതതയും. എന്ന് വെച്ചാൽ നിയമാനുസൃതമായ സ്വാധീനം മാത്രമേ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുള്ളൂ? അതോറിറ്റി എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതിനെ അതോറിറ്റി എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അതോറിറ്റി ഈസ് ദാറ്റ് ഫോം ഓഫ് പവർ വിച്ച് ഈസ് ലെജിറ്റിമേറ്റ്. അപ്പോൾ ഇതിൽ ലെജിറ്റിമേറ്റ് ആണ്, അഥവാ നിയമാനുസൃതമായ സ്വാധീനമാണ് ഈ അതോറിറ്റി നൽകുന്നത്. ദ പവർ ഈസ് ഇറ്റ് ഈസ് പവർ പ്ലസ് ലെജിറ്റിമസി. പവറും ലെജിറ്റിമസിയും കൂടി ചേർന്നാണ് ശരിക്കും ഈ അതോറിറ്റി എന്ന് പറയാം. ഇനി അടുത്ത സിറ്റിസൺ ആൻഡ് ഗവൺമെൻറ്. ഇനി നമ്മൾ പഠിക്കുന്നത് സിറ്റിസൺ അല്ലെങ്കിൽ പൗരന്മാരും സർക്കാരും തമ്മിലുള്ള ബന്ധമാണ്. The government is the most important instrument of state through which the latter realizes its objectives. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണം എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്? അതിലൂടെയാണ് നമ്മളുടെ അല്ലെങ്കിൽ ഈ ഓരോ സിറ്റിസണോ അല്ലെങ്കിൽ പൗരന്മാരും അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നത്. ഗവൺമെൻറ്റിലൂടെയാണ് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കുന്നതെന്ന് നമുക്ക് വളരെ ചുരുക്കി പറയാം. ത്രൂ ഇറ്റ്സ് 3 ഓർഗൻസ്. ഇതിന് 3 ഓർഗനാണുള്ളത്, അല്ലെങ്കിൽ 3 അവയവങ്ങളാണ് ഒരു സർക്കാരിനുള്ളത്. ഒന്ന് ലെജിസ്ലേച്ചർ, ദ എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. എന്താണ് ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നിയമനിർമ്മാണ സഭ. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ഭരണ നിർവഹണ
സഭ, അതുപോലെ ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നീതിന്യായ വ്യവസ്ഥ. ഇങ്ങനെ 3 സംവിധാനങ്ങൾ ചേർന്നിട്ടാണ് ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സംവിധാനം നിലവിൽ വരുന്നത്. ഇറ്റ് മേക്സ് ലോസ് ആൻഡ് റൂൾസ്. അപ്പോൾ ഇതിനെ നമ്മൾ സാധാരണഗതിയിൽ എന്താണ് 3 തൂണുകൾ, ഭരണത്തെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയെ താങ്ങി നിർത്തിയിരിക്കുന്ന 3 തൂണുകളായിട്ടാണ് ഇതിനെ ഭരണഘടന വിശേഷിപ്പിച്ചിരിക്കുന്നത്. 4ാമത്തെ തൂണായിട്ട് പത്രപ്രവർത്തനത്തെയും പറയപ്പെടുന്നുണ്ട്. അങ്ങനെ 4 തൂണുകളാണ് ഭരണഘടനയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണ സംവിധാനത്തിനുള്ളത് എന്നതാണ് ആധുനിക കാഴ്ചപ്പാട്. ഇറ്റ് മേക്സ് ലോസ് ആൻഡ് റൂൾസ്. അപ്പം ഗവൺമെൻറ്റാണ് നിയമങ്ങളും അതുപോലെ അതിനനുസരിച്ചുള്ള നിയമങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. റൂളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവുകളാണ്. ലോസ് എന്ന് പറഞ്ഞാൽ എഴുതിപ്പെട്ട നിയമങ്ങളാണ്. ഇംപ്ലിമെൻറ്റ്സ് ദം. അപ്പോൾ ഈ ഉത്തരവുകളും നിയമങ്ങളും അവ എന്ത് ചെയ്യുന്നു, നടപ്പിലാക്കുന്നു. മെയിൻറ്റെയിൻസ് പീസ് ആൻഡ് ഓർഡർ. അതുപോലെ ശാന്തിയും സമാധാനവും നിലനിർത്തുന്നു ഇൻ ദ കൺട്രി ആൻഡ് റിസോൾവ്സ് ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ്. പല ആളുകൾക്കും പലതരത്തിലുള്ള താല്പര്യങ്ങളുണ്ടാവും. അപ്പം ആ 2 താല്പര്യങ്ങളും ഒരുപോലെ നടത്തിക്കൊണ്ടുപോകുക എന്ന് പറയുന്നത് അഭികാമ്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലാഷുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരുന്നിടത്ത് അതിനുള്ള അനുരഞ്ജനങ്ങളൊക്കെ നടത്തുന്നത് ഗവൺമെൻറ് തന്നെയാണ്. ഇറ്റ് ഓൾസോ ട്രൈസ് ടു എൻഷുർ ടെറിട്ടോറിയൽ ഇൻറ്റഗ്രിറ്റി ഓർ യൂണിറ്റി ഓഫ് ദ കൺട്രി. അപ്പോൾ പ്രാദേശികമായിട്ടുള്ള സമരസത എന്ന് പറയുന്നതാണ് ഇൻറ്റഗ്രിറ്റി. യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏകത. അപ്പോൾ എന്താണ്, സാമഞ്ജസ്യവും ഐക്യവും ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു നിയമനിർമ്മാണങ്ങളുടെയൊക്കെ ലക്ഷ്യമെന്ന് പറയുന്നത്. മോഡേൺ ഡെമോക്രാറ്റിക് ഗവൺമെൻറ് പെർഫോം മെനി അതർ ഫങ്ഷൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽഫെയർ ഓഫ് ദ സിറ്റിസൺ ആൻഡ് സൊസൈറ്റി. അപ്പോൾ ആധുനിക കാലത്തെ ജനാധിപത്യ സർക്കാർ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ വെൽഫെയർ സ്റ്റേറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വെൽഫെയർ സ്റ്റേറ്റ് എന്താണ്. അപ്പോൾ അതിലുള്ള പൗരന്മാരുടെ ക്ഷേമത്തിനായിട്ട് പല പ്രവർത്തനങ്ങളും ആര് നടത്തുന്നുണ്ട്, ഗവൺമെൻറ് നടത്തുന്നുണ്ട്. ദിസ് ഈസ് എസ്പെഷ്യലി പ്രധാനമായിട്ട് എന്താണ്, സോ ഇൻ ഡെവലപ്പിംഗ് കൺട്രി ലൈക്ക് അവേഴ്സ്. നമ്മളെപ്പോലുള്ള വികസ്വര രാജ്യങ്ങളിലാണ്, വികസ്വര രാജ്യം എന്ന് പറഞ്ഞാൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളാണ് വികസ്വര രാജ്യങ്ങൾ. ഇത്തരം വികസ്വര രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങളിലൂടെ സമൂഹത്തിനും അതുപോലെ അതിലുള്ള പൗരന്മാർക്കും ക്ഷേമം ഉണ്ടാക്കി കൊടുക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നത്. എന്തായാലും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിറ്റിസൺസ് ആൻഡ് ദ ഗവൺമെൻറ് ഈസ് റെസിപ്രോക്കൽ. അപ്പോൾ ഗവൺമെൻറ്റും അതിലെ പൗരന്മാരും, സർക്കാരും പൗരന്മാരും തമ്മിലുള്ള ബന്ധവും പൗരന്മാരും സർക്കാരും തമ്മിലുള്ള ബന്ധവും എന്താണ്, ഒരുപോലെ തന്നെയാണ്. ദ സിറ്റിസൺസ് ആർ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ്. ഓരോ പൗരന്മാരും അതാത് ഭരണകൂടത്തിൻ്റെ അംഗങ്ങളാണ്. The state recognizes certain rights of the citizens and it turns expects certain duties from them. അപ്പോൾ ഓരോ പൗരന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരമപ്രധാനമായ കാര്യമാണ്. അതേപോലെ തന്നെ പരമപ്രധാനമാണ് ഓരോ സിറ്റിസണും അല്ലെങ്കിൽ ഓരോ പൗരന്മാരും തങ്ങളുടെ കർത്തവ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതും. അപ്പം നമുക്ക് നമ്മുടെ സർക്കാരിനോടും അതുപോലെ തന്നെ നമ്മുടെ ഭരണകൂടത്തോടും ചില കർത്തവ്യങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയും കൂടി നമ്മൾ കുറച്ച് വിശദമായി പഠിക്കുകയാണ്. സോ ഫാർ ആസ് ദ റൈറ്റ്സ് ഓഫ് ദ സിറ്റിസൺസ് ആർ കൺസേൺഡ്. ഇപ്പം നമ്മളുടെ അവകാശങ്ങളെപ്പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ദേ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 3. അവ 3ആയിട്ട് തരംതിരിക്കാം. സിവിൽ, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ. എന്താണ്, പൗരാവകാശപരമായിട്ടുള്ള അവകാശങ്ങൾ, രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങൾ, സാമൂഹിക അവകാശങ്ങൾ. അപ്പോൾ സിവിൽ റൈറ്റ്സ് ആർ ദോസ് റൈറ്റ്സ്. അപ്പോൾ എന്താണ് പൗരാവകാശങ്ങൾ എന്ന് പറയുന്നത്? വിച്ച് ആർ നെസസറി ഫോർ ദ ഫ്രീഡം ലിബേർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽ. ഒരാളുടെ സ്വാതന്ത്ര്യത്തിനെയാണ്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെയാണ് ഏറ്റവും പ്രധാനമായും പൗരാവകാശമായിട്ട് പറയുന്നത്. ദ ഇൻക്ലൂഡ് റൈറ്റ് ടു ലൈഫ്, അതുപോലെ ജീവിക്കാനുള്ള അവകാശം, പേഴ്സണൽ ലിബർട്ടി, വ്യക്തിപരമായ സ്വാതന്ത്ര്യം, റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച്, സംസാരിക്കാനുള്ള തങ്ങളുടെ ആശയങ്ങൾ പങ്കുവെക്കാനുള്ള അവകാശം, എക്സ്പ്രഷൻ ആൻഡ് തോട്ട്, നമ്മുടെ ചിന്താഗതികൾ, അതുപോലെ നമ്മളുടെ എക്സ്പ്രഷൻസ്, നമ്മളുടെ ആത്മാവിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കാനുള്ള അവകാശങ്ങൾ, റൈറ്റ് ടു ഓൺ പ്രോപ്പർട്ടി, സ്വന്തമായി സ്വത്ത് സമ്പാദിക്കാനുള്ള അവകാശം, റൈറ്റ് ടു എൻ്റർ ഇൻ ടു കോൺട്രാക്റ്റ്, അതുപോലെ കരാറുകളിൽ ഏർപ്പെടാനുള്ള അവകാശം, റൈറ്റ് ടു ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബൈ ലോ, അതുപോലെ നിയമത്തിൻ്റെ മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം, അതുപോലെ നിയമത്തിൻ്റെ പരിരക്ഷ തുല്യമായി ലഭിക്കുവാനുള്ള അവകാശം. ഈക്വാലിറ്റി ബിഫോർ ലോ മീൻസ് അബ്സെൻസ് ഓഫ് സ്പെഷ്യൽ പ്രിവിലേജസ്. അപ്പോൾ എന്തെങ്കിലും പ്രിവിലേജ് കൊണ്ട് ഒരു സിറ്റിസണ്, ഒരു പൗരന് കൂടുതൽ
പ്രിവിലേജ് എന്ന് പറയുന്ന മുൻഗണന, ചില പൗരന്മാർക്ക് കൂടുതൽ മുൻഗണന നൽകുക, ചില പൗരന്മാർക്ക് മുൻഗണന കുറഞ്ഞു കൊടുക്കുക, ഇതൊന്നും അഭികാമ്യമല്ല ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ എല്ലാ ആളുകളും ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ ആളുകളും നിയമത്തിൻ്റെ മുന്നിൽ തുല്യരാണ് എന്ന ചിന്താഗതിയാണ് എന്തെന്ന് പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇൻക്ലൂഡ്സ് എ റൈറ്റ് ടു വോട്ട് ആൻഡ് എ റൈറ്റ് ടു കോൺടെസ്റ്റ് ഇൻ എലക്ഷൻ. പ്രധാനമായും 2 കാര്യങ്ങളാണ്: വോട്ട് ചെയ്യാനുള്ള അവകാശവും അതുപോലെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള അവകാശത്തെയാണ് രാഷ്ട്രീയപരമായുള്ള അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി സാമൂഹ്യ അവകാശങ്ങളുണ്ട്. സോഷ്യൽ റൈറ്റ്സ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു സം ഡിഗ്രി ഓഫ് ഇക്കണോമിക് വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി. അപ്പോൾ റൈറ്റ് ടു ഡു അല്ലെങ്കിൽ ഇൻക്ലൂഡ് റൈറ്റ് ടു സം ഡിഗ്രീസ് ഓഫ് എക്കണോമിക് വെൽഫെയർ, സാമ്പത്തിക ക്ഷേമം ഉണ്ടാവുക, സെക്യൂരിറ്റി സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകുക, ആൻഡ് ദ റൈറ്റ് ടു ലീവ് ജീവിക്കാനുള്ള അവകാശം ഉണ്ടാവുക, ദ ലൈഫ് ഓഫ് ദ സിവിലൈസ്ഡ് ബീയിങ് അക്കോർഡിംഗ് ടു സ്റ്റാൻഡേർഡ്സ് പ്രിവെയിലിംഗ് ഇൻ ദ സൊസൈറ്റി. ഇപ്പോൾ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ജീവിത സാഹചര്യങ്ങളും ജീവിത നിലവാരവും അനുസരിച്ച് സാമ്പത്തികമായ സുരക്ഷിതത്വവും അതുപോലെ സാമ്പത്തികമായിട്ടുള്ള ക്ഷേമവും ഉള്ള ഒരു ജനതയായിട്ട് മാറുക എന്ന് പറയുന്നത് നമ്മളുടെ ഓരോരുടെയും സാമൂഹിക അവകാശമാണ്. ഇറ്റ് ഈസ് എ പ്രൈമറി ഡ്യൂട്ടി ഓഫ് സിറ്റിസൺ ടു പേ ടാക്സസ് ടു ദ ഗവൺമെൻറ്. അപ്പം ഇതൊക്കെ നമ്മളുടെ അവകാശങ്ങളാകുമ്പോൾ നമുക്ക് ചില ഡ്യൂട്ടീസ് അഥവാ നമ്മൾക്ക് കുറച്ച് കടമകളുമുണ്ട്. ആ കടമകളിൽ പ്രധാനപ്പെട്ടതാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളത്. ഗവൺമെൻറ്റിന് അതാത് സമയങ്ങളിൽ ടാക്സ് കൃത്യമായിട്ട് അല്ലെങ്കിൽ കരം സർക്കാരിന് അടയ്ക്കുക. ദേ ഷുഡ് കോപ്പറേറ്റ് വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് അബൈഡ് ദ ലോസ് ആൻഡ് റൂൾസ്. അപ്പോൾ അതുപോലെ നിയമങ്ങൾ അനുസരിക്കുക എന്ന് പറയുന്നത്. ഷുഡ് ഹെൽപ്പ് പ്രിവെൻറ്റിങ് ഡിസീസസ് ബൈ ഇമ്മ്യൂണൈസേഷൻ ആൻഡ് കീപ്പിംഗ് നെയ്ബർഹുഡ് ക്ലീൻ. അതുപോലെ ശുചിത്വം പാലിക്കുക എന്നുള്ളത് നമ്മളുടെ ഡ്യൂട്ടിയാണ്, അത് നമ്മുടെ കടമയാണ്. അതുപോലെ തന്നെ വാക്സിനേഷൻ, അതുപോലെ ഇമ്മ്യൂണൈസേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പ്രതിരോധ മാർഗ്ഗങ്ങൾ, പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കുക, പ്രതിരോധ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും നമ്മളുടെ കടമയാണ്. ഒരാൾ മാത്രമായിട്ട് ഈ പ്രതിരോധ കുത്തിവയ്പ്പിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ രോഗത്തിൻ്റെ അണുക്കൾ അയാളിലൂടെ മറ്റുള്ള ആളുകളിലേക്ക് സംക്രമിക്കാനുള്ള സാധ്യതയും അത് സാമൂഹ്യ ജീവിതത്തെ താറുമാറാക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കടമകളായിട്ട് പറയപ്പെടുന്നു. ദേ ഷുഡ് ഹാവ് സ്മോൾ ഫാമിലീസ് ടു ഹെൽപ്പ് ദ ഗവൺമെൻറ് ടു ചെക്ക് പോപ്പുലേഷൻ ഗ്രോത്ത്. അതുപോലെ തന്നെ പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസംഖ്യാ വർധനവിന് എതിരായിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കുക. ഗർഭനിരോധന മാർഗ്ഗങ്ങൾ, അതുപോലെ 2 കുട്ടികൾ എന്നുള്ള പോളിസി, ഇതൊക്കെ നമ്മൾ പിന്തുടരുക. ഇത് നമ്മളുടെ കടമയാണ്. ദേ ഷുഡ് പ്രിസർവ് പബ്ലിക് പ്രോപ്പർട്ടി, ഹെൽപ്പ് ഇൻ ക്യാച്ചിങ് ആൻഡ് പണിഷിങ് ആൻറ്റി സോഷ്യൽ ആൻഡ് ആൻറ്റി നാഷണൽ എലമെൻറ്റ്സ്. അതുപോലെ നമ്മളുടെ ഒരു ഡ്യൂട്ടിയാണ് എന്തെന്ന് പറയുന്നത്, പബ്ലിക് പ്രോപ്പർട്ടികൾ സൂക്ഷിക്കുക, പൊതു സ്വത്തുകൾ നമ്മൾ കേടുപാടുകൾ വരുത്താതെ അവയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു കടമയാണ്. ഹെൽപ്പ് ഇൻ ക്യാച്ചിങ് ആൻഡ് പണിഷിങ്, അതുപോലെ സാമൂഹ്യ വിരുദ്ധരെയും ദേശദ്രോഹികളെയും പിടിക്കുകയും അവർക്ക് വേണ്ട നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് അവരെ വിട്ടുകൊടുക്കുകയും, അതുപോലെ നിയമ നടപടികൾ നടത്തുമ്പോൾ അവർക്ക് സാക്ഷി പറയണോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ചെയ്തു കൊടുക്കുക അവർക്കെതിരായിട്ടുള്ള സാക്ഷി പറയാനൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതും നമ്മളുടെ കടമകളായിട്ട് വരികയാണ് ചെയ്യുന്നത്. ഫർദർ ദ സിറ്റിസൺ ഓഫ് ഡിഫറെൻറ്റ് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ് ആൻഡ് റീജിയൻ ഷുഡ് സോൾവ് ദെയർ പ്രോബ്ലംസ് ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എഗ്രിമെൻറ്റ് ആൻഡ് നോട്ട് ബൈ വയലൻറ്റ് മീൻസ്. അപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും, ജാതിപരമായിട്ട്, അതുപോലെ മതപരമായ, ഭാഷാപരമായിട്ടുള്ള, പ്രാദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പരിഹരിക്കപ്പെടണം. അതെങ്ങനെ പരിഹരിക്കണം? ബൈ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് എഗ്രിമെൻറ്റ്. നമ്മളത് മനസ്സിലാക്കുക. ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, അല്ലെങ്കിൽ ചെറിയ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളാണ്. ഒരു രാജ്യത്തെ മൊത്തമായി നോക്കുമ്പോൾ ഇത് വലിയ പ്രശ്നങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ നമ്മൾ വയലൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അക്രമാസക്തമായ രീതിയിലല്ലാതെ സമാധാനത്തിൻ്റെ മാർഗ്ഗത്തിലൂടെ അനുരഞ്ജനത്തിന് ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മളുടെ കടമയാണ്. ഇൻ ദിസ് വേ എ ലോട്ട് ഓഫ് റിസോഴ്സ്, എനർജി ആൻഡ് ടൈം ഓഫ് ദ ഗവൺമെൻറ് ക്യാൻ ബി സേവ്ഡ് ബിഫോർ കോൺസിക്യൂട്ടീവ് പർപ്പസസ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ സർക്കാരിൻ്റെ വലിയൊരു എനർജി അഥവാ വലിയൊരു പണത്തിൻ്റെ ഒഴുക്ക് നമുക്ക് തടയാൻ വേണ്ടി കഴിയും. കാരണം ഇപ്പോൾ സർക്കാരിൻ്റെ പണം എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും പണമാണ്. അപ്പോൾ വേണ്ടാത്ത കാര്യങ്ങളിലൊക്കെ സർക്കാർ ഇതേപോലെ പണം ചിലവഴിച്ച് കഴിഞ്ഞാൽ സർക്കാർ ദുർബലമാവുകയും നമുക്ക് തന്നെ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സംരക്ഷണം കിട്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ് ചെയ്യുക.
അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതെ നമ്മളെപ്പോഴും സർക്കാരിനെ എന്ത് ചെയ്യണം, ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സർക്കാരിൻ്റെ വലിയൊരു പണത്തിൻ്റെ ഒഴുക്ക് ആ ഭാഗങ്ങളിലുള്ളത് കുറയ്ക്കാനും അത് ക്ഷേമകാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന് ഉപയോഗിക്കാനും കഴിയും. ഇനി നമ്മൾ പഠിക്കുന്നത് ലിബർട്ടിയെ പറ്റിയാണ്. ദ ടേം ലിബർട്ടി ഈസ്, എന്താണ് ലിബർട്ടി എന്ന്? ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ലിബർ മീൻസ് ഫ്രീ. ഇപ്പം എന്താണ് ലിബർട്ടി എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം എന്നാണ്. ഫ്രീഡം. ലിബർ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് ലിബർട്ടി ഉണ്ടായത്. ദ ലിബർട്ടി മീൻസ് ഫ്രീഡം. ഫ്രീഡം ഈസ് എ പാരാമൗണ്ട് ഇമ്പോർട്ടൻസ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി. ഒരാളുടെ വ്യക്തിത്വ വികസനത്തിൽ പരമപ്രധാനമായ പങ്ക് വഹിക്കുന്ന ഒരു ഒരു ആവശ്യകതയാണ് എന്തെന്ന് പറയുന്നത്? ഫ്രീഡം അഥവാ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഹിസ്റ്റോറിക്കലി സ്പീക്കിംഗ്, ഇൻ ടേംസ് ഓഫ് ലിബർട്ടി വാസ് ഇനിഷ്യലി ഡിഫൈൻഡ് ആസ് ദ അബ്സെൻസ് ഓഫ് ഓൾ റെസ്ട്രെയിൻസ് ഓൺ ആൻ ഇൻഡിവിജ്വൽ. അപ്പോൾ പഴയ കാലഘട്ടങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന വാക്കിന് വലിയൊരു അർത്ഥം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കെട്ടുപാടുകളും ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ആ കാലഘട്ടങ്ങളിൽ വീക്ഷിച്ചിരുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദ നെഗറ്റീവ് കോൺസെപ്റ്റ് ഓഫ് ലിബർട്ടി. അതുകൊണ്ട് ഇതിനെ നെഗറ്റീവ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഋണാത്മക ആശയം എന്നാണ് പറയുന്നത്. ഇത് അത്ര വലിയ നല്ല കാര്യമല്ല. എല്ലാ കെട്ടുപാടുകളും ഒഴിവാക്കി കൊടുക്കുക, എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഒഴിവാക്കുക, ഒരു നിയന്ത്രണവും ഇല്ലാതെ ആളുകൾ തോന്നിയ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ലിബർട്ടി ആണെന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. ആരെയും കൊല്ലാം, ആരെയും ഉപദ്രവിക്കാമെന്നുള്ള സ്ഥിതിവിശേഷം വന്നു കഴിഞ്ഞാൽ സാമൂഹ്യ ജീവിതം തന്നെ താറുമാറാവുകയും മനുഷ്യൻ്റെ ജീവിതം അല്ലെങ്കിൽ മനുഷ്യൻ എന്ന വംശം തന്നെ വേരറ്റ് പോവുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോകും. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് കോൺസെപ്റ്റ് അഥവാ ഋണാത്മക ആശയം എന്നാണ് പറയുന്നത്. ജോൺ സ്റ്റുവാർട്ട് മിൽ ഏർലി ലിബറലിസം ചാമ്പ്യൻ്റെ നെഗറ്റീവ് ലിബർട്ടി. അപ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഈ സ്വാതന്ത്ര്യം എന്നുകൊണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചിരുന്നത് ഇതാണ് എന്നാണ്. ജോൺ സ്റ്റുവാർട്ട് മിൽ, ദ 19th century ഇംഗ്ലീഷ് പൊളിറ്റിക്കൽ ഫിലോസഫർ, ഡിസ്ക്രൈബ്ഡ് റെസ്ട്രെയിൻഡ് ആസ് ആൻ ഈവിൾ. അപ്പോൾ എന്ത് നിയന്ത്രണങ്ങളുണ്ടെങ്കിലും അതൊരു ദോഷമാണ്, ദുരന്തമാണ് എന്നാണ് ജോൺ സ്റ്റുവാർട്ട് മില്ല് 19th century പറഞ്ഞിരുന്നത്. മിൽ വാസ് എസ്പെഷ്യലി വറീഡ് അബൌട്ട് ദ റെസ്ട്രെയിൻറ്റ് കമ്മിങ് ഫ്രം ദ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. പ്രധാനമായും ഭരണകൂടത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കയ്യിൽ നിന്ന് വരുന്ന നിയന്ത്രണങ്ങൾ എന്ന് പറയുന്നത് മോശമാണ് എന്ന കാഴ്ചപ്പാട് അദ്ദേഹം വെച്ച് പുലർത്തുകയും ചെയ്തു. ഹവർ സിൻസ് ഇൻഡിവിജ്വൽസ് ലൈവ് ടുഗദർ ഇൻ എ സൊസൈറ്റി, കംപ്ലീറ്റ് അബ്സെൻസ് ഓഫ് റെസ്ട്രെയിൻറ്റ് വുഡ് ബി നൈദർ പോസിബിൾ നോർ ഡിസൈറബിൾ. അപ്പോൾ ജനങ്ങളെന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. മനുഷ്യനെന്ന് പറയുന്ന ഒരു സാമൂഹ്യ ജീവി ആയതുകൊണ്ട് തന്നെ യാതൊരു സാമൂഹ്യ നിയന്ത്രണവും ഇല്ലാതെ മനുഷ്യൻ ജീവിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് തന്നെ വിനാശകരമായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അത് പ്രാബല്യത്തിൽ പ്രായോഗികവുമല്ല, അത് അത്ര നല്ല കാര്യവുമല്ല. ഫർദർ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ദ സെൽഫ് റിഗാർഡിംഗ് ആൻഡ് അതർ റിഗാർഡിംഗ് ആക്ഷൻ ഈസ് നോട്ട് ഓൾവേസ് പോസിബിൾ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ സ്വയം നിയന്ത്രണവും മറ്റുള്ളവരാൽ നിയന്ത്രിക്കപ്പെടുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. ഇറ്റ് ഹാസ് ബീൻ വെരി ആപ്റ്റ്ലി സെഡ് ദാറ്റ് യുവർ ലിബർട്ടി ടു സിങ് യുവർ ഹാം എൻസ് ദെയർ വെയർ മൈ നോസ് ബിഗിൻസ്. അപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് വലിയൊരു പുതിയൊരു അർത്ഥതലം ഇവിടെ വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈ വീശാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എൻ്റെ മൂക്ക് വരെയാണ് എന്നാണ് ഇവിടെ നിർവചിക്കപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ മൂക്കിൻ്റെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചടിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് കൈ വീശാം, എത്ര വേണമെങ്കിൽ വീശാം, പക്ഷേ അത് എവിടെ വരെ വരാവൂ? എൻ്റെ മൂക്കിൻ്റെ അടുത്ത് വരെ വരാം. എൻ്റെ മൂക്കിൻ്റെ മുകളിൽ തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് വേദനിക്കും. എനിക്ക് നിങ്ങളെ അതിനെതിരായിട്ട് ആക്ഷൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യവും എനിക്കുമുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ അതാണ് ശരിക്കും ലിബർട്ടിയുടെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർ ലിബർട്ടി ടു ബി എൻജോയ്ഡ് ബൈ എവരി വൺ ഇറ്റ് ഷുഡ് ഹാവ് റീസണബിൾ റെസ്ട്രെയിൻസ്. അപ്പോൾ നമുക്ക് വളരെ ന്യായീകരിക്കപ്പെടാവുന്ന ചില കെട്ടുപാടുകൾ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരുണ്ടാക്കുകയല്ല വേണ്ടത്. ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ഓഫ് പോസിറ്റീവ് ലിബർട്ടി. ഇതിനെയാണ് നമ്മൾ ധനാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്, പോസിറ്റീവ് ലിബർട്ടി. ദിസ് കോൺസെപ്റ്റ് ഫർദർ മീൻസ് ഫ്രീഡം ടു ബി മാസ്റ്റർ ഓഫ് വൺസ് ഓൺ സെൽഫ്. അപ്പോൾ ഫ്രീഡം അല്ലെങ്കിൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അവൻ്റെ സ്വയം കൃതമായിട്ടുള്ള രീതിയിലായിരിക്കണം ഉണ്ടാവേണ്ടത്. ഹറോൾഡ് ജെ ലാസ്കി സപ്പോർട്ടഡ് ദിസ് കോൺസെപ്റ്റ്. ഫ്രീഡം ആർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ ഇദ്ദേഹം ഹറോൾഡ് ജെ ലാസ്കിയാണ് ഇത് സപ്പോർട്ട് ചെയ്തത്, അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഫ്രീഡം ആർ ഓപ്പർച്യൂണിറ്റീസ് വിച്ച് ഹിസ്റ്ററി ഹാസ് ഷോൺ ടു ബി എസെൻഷ്യൽ ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി. ഓരോ വ്യക്തികളുടെയും വ്യക്തിത്വ വികാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒന്നാണ് സ്വാതന്ത്ര്യം. അത് ചില അവസരങ്ങളാണ്. ദ ഫ്രീഡം ഓഫ് മെനി റിക്വയർസ് റെസ്ട്രെയിൻസ് ഓഫ് ലോ ഓൺ ദ ഫ്രീഡം ഓഫ് സം. അപ്പോൾ എന്താണ്, ചില ആളുകളുടെ
സ്വാതന്ത്ര്യത്തെ ഹനിച്ചുകൊണ്ട് ചില ആളുകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക എന്ന് പറയുന്നതും ലേറ്റർ ലിബറൽ സപ്പോർട്ടേഴ്സ് പോസിറ്റീവ് ലിബർട്ടി. അപ്പോൾ ചില സ്വാതന്ത്ര്യങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അനുവദിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റുള്ളവ നമ്മൾ തന്നെയാണ് അതിൽ നിയന്ത്രണം വരുത്തേണ്ടത്. എന്ന് വെച്ചാൽ ഒരു പാരസ്പര്യ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ജീവിക്കാൻ എന്നുള്ളതാണ് ഈ പോസിറ്റീവ് ലിബർട്ടിയുടെ അർത്ഥം എന്ന് പറയുന്നത്. കാരണം നിങ്ങളെ കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടെങ്കിൽ എന്നെ കൊല്ലുവാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുമുണ്ട്. അപ്പോൾ അന്യോന്യം കൊലപാതകം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മനുഷ്യരാശി ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അവിടെ ഏതൊരു സമൂഹത്തിലും ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സർക്കാരോ അതുപോലെയുള്ള സംഘടനകളോ അല്ല നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടത്. അവനവൻ സ്വയമാണ് നിയന്ത്രണങ്ങൾ ഉണ്ടാവേണ്ടത്. മാന്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ അവന് എന്ത് ചെയ്യാം, സ്വയം നിയന്ത്രണങ്ങൾ കാണിച്ചു കൊടുക്കുകയും മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കുകയും ചെയ്യാം. ഇനി സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. അപ്പോൾ ഈ ലിബർട്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെ എന്താണ് സംരക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും പ്രഥമമായ കർത്തവ്യം തന്നെയാണ്. ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് കൺസിഡർഡ് ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. അപ്പം അവകാശങ്ങളുടെ പ്രഖ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഭരണഘടനയിലുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലിബർട്ടിയെ, ഈ അവകാശങ്ങളുടെ പ്രഖ്യാപനം. അപ്പോൾ അതാണ് ഈ സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വസ്തുത എന്ന് പറയാം. ദിസ് വേ ദ ഗവൺമെൻറ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ഫ്രം എൻക്രോച്ചിങ് അപ്പോൺ ദ ഫ്രീഡംസ് ഓഫ് ദ പീപ്പിൾ. അപ്പോൾ എന്താണ്, ഗവൺമെൻറ്റിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല ആളുകളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുവാനോ അതേപോലെ അവയെ പിടിച്ചൊതുക്കുവാനോ ആർക്ക് കഴിയില്ല, ഗവൺമെൻറ്റിന് കഴിയില്ല. ഇമ്പാർഷ്യൽ ജുഡീഷ്യറി ഈസ് റൈറ്റ്ലി കോൾഡ് വാച്ച് ഡോഗ് ഓഫ് ലിബർട്ടി. അപ്പോൾ ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കാത്തു സംരക്ഷിക്കുന്ന കാവൽ പട്ടി എന്ന് നമ്മൾ പറയുന്നത് എന്തിനെയാണ്? ഇമ്പാർഷ്യൽ ജുഡീഷ്യറിയാണ്. ജുഡീഷ്യറി എന്ന് പറയുന്നത് നിയമ സംവിധാനം. പക്ഷപാതരഹിതമായ നിയമ സംവിധാനത്തിന് മാത്രമേ ഒരു രാജ്യത്ത് സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കുള്ളൂ. വിത്തൗട്ട് ദ ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽസ് വുഡ് ബി മീനിങ്ലെസ്. വിത്തൗട്ട് ഇറ്റ് ദ ലിബർട്ടി ഓഫ് ദ ഇൻഡിവിജ്വൽസ് വുഡ് ബി മീനിങ്ലെസ്. അപ്പോൾ ഈ വാച്ച് ഡോഗ് ഇല്ലാത്ത അല്ലെങ്കിൽ ഈ ജുഡീഷ്യറി ഇല്ലാത്ത അല്ലെങ്കിൽ നിയമ സംവിധാനം ഇല്ലാത്ത സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. അത് അർത്ഥശൂന്യവുമാണ്. ഡീസെൻട്രലൈസേഷൻ ഓഫ് പവേഴ്സ് ഈസ് ഈ അനദർ ഇമ്പോർട്ടൻറ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. ഇനി ഡീസെൻട്രലൈസേഷൻ ഓഫ് പവർ, അധികാര വികേന്ദ്രീകരണം എന്ന് പറയുന്നത് ലിബർട്ടിയെ കാത്തു സൂക്ഷിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഹിസ്റ്ററി ഈസ് വിറ്റ്നസ് ടു ദ ഫാക്ട് ദാറ്റ് കോൺസെൻട്രേഷൻ ഓഫ് പവർ ഹാസ് വെരി ഓഫൺ ലെഡ് ടു ദ ഡെസ്പോട്ടിസം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും, ഓരോ രാജ്യത്തും ഓരോ ഡെസ്പോട്ടുകൾ, സ്വേച്ഛാധിപതികൾ ഉണ്ടായത് അധികാര കേന്ദ്രീകരണം കൊണ്ടാണ്. അപ്പോൾ അധികാര വികേന്ദ്രീകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. ജനങ്ങളാണ് പരമാധികാരികൾ. അപ്പോൾ അത്തരം രാജ്യങ്ങളിൽ മാത്രമേ ഈ നിയമങ്ങളും സ്വാതന്ത്ര്യവും യഥാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുകയുള്ളൂ. അല്ലാണ്ട് അധികാരം കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അധികാര കേന്ദ്രീകരണം നടന്ന രാജ്യങ്ങളിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് നടപ്പിലാക്കാൻ. സെപ്പറേഷൻ ഓഫ് പവർ, ദാറ്റ് ഈസ് എക്സിക്യൂട്ടീവ്, ദ ലെജിസ്ലേച്ചർ ആൻഡ് ദ ജുഡീഷ്യറി ബീയിങ് സെപ്പറേറ്റ്. അപ്പോൾ ഇതിലെന്താണ്? എക്സിക്യൂട്ടീവ് ഭരണ നിർവാഹക സമിതിയും അതുപോലെ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ട ലെജിസ്ലേച്ചറും അതുപോലെ ജുഡീഷ്യറി നീതിന്യായ വ്യവസ്ഥയും മൂന്നും സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ വേറെ വേറെയായിട്ട് നമ്മൾ നടപ്പിലാക്കുക. ഇതിനെയാണ് ശരിക്കും സെപ്പറേഷൻ ഓഫ് പവർ എന്ന് പറയുന്നത്. ഈസ് ഗ്രേറ്റ് അലി ഓഫ് ലിബർട്ടി. ഇത് എന്ത് ചെയ്യുന്നു? സ്വാതന്ത്ര്യത്തിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാൻ സഹായകമാകും. മോണ്ടസ്ക്യൂ സെഡ് പവർ ഷുഡ് ബി ചെക്ക് ഓൺ പവർ. അപ്പോൾ മോണ്ടസ്ക്യൂ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സ്വാധീനം എന്ന് പറയുന്നത് സ്വാധീനത്തിൻ്റെ മുകളിൽ സ്വാധീനം ചെയ്യാനുള്ള ഒരു വസ്തുവായി മാറണം എന്നാണ് മോണ്ടസ്ക്യൂ. റൂൾ ഓഫ് ലോ ഓർ ഈക്വാലിറ്റി ഈസ് ഇൻ ദ ഐസ് ഓഫ് ദ ലോ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് സേഫ് ഗാർഡ് ഓഫ് ലിബർട്ടി. അപ്പോൾ റൂൾ ഓഫ് ലോ, നിയമത്തിൻ്റെ പ്രവർത്തനം, ഈ ഇൻ ദ ഐസ് ഓഫ് ലോ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിയമത്തിൻ്റെ കണ്ണിലൂടെ നിയമത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുക. ദിസ് ഈസ് ദ ബൾവാക്ക് അഗൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, ക്ലാസ്, കളർ ആൻഡ് ക്രീഡ്. അപ്പോൾ ഇതൊരു മതിലാണ്. ബൾവാക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മറയാണ്. എന്തിനെതിരായിട്ടുള്ള? വിവേചനങ്ങൾക്കെതിരായിട്ടുള്ള. ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് വിവേചനങ്ങൾ വരുന്നത്. കാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള, വർഗ അടിസ്ഥാനത്തിലുള്ള, വർണ്ണ അടിസ്ഥാനത്തിലുള്ള, അതുപോലെ
സമുദായത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ വിവേചനങ്ങൾ നേരിടുമ്പോൾ അതിനെ തടയുന്ന ആൾമതിലാണ് ശരിക്കും റൂൾ ഓഫ് ലോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. എ ലാർജ് മെഷർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഓർ ഡിഫ്യൂഷൻ ഓഫ് സോഷ്യൽ ആൻഡ് ഇക്കണോമിക് പ്രിവിലേജസ് ഈസ് പ്രീ റിക്വസൈറ്റ് ഓഫ് ഫോർ ലിബർട്ടി. അപ്പോൾ ഒരു വലിയ ലാർജ് മെഷർ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി, അതുപോലെ സാമൂഹിക ഡിഫ്യൂഷൻ ഓഫ് സൊസൈറ്റി, അതുപോലെ നേർത്തു പോവുക, സാമൂഹിക ഇക്കണോമിക് ആയിട്ടുള്ള പ്രിവിലേജസ്, മുൻഗണനകൾ നേർത്തു പോവുക എന്ന് പറയുന്നതും ലിബർട്ടിക്ക് ആവശ്യമാണ്. അപ്പോൾ മുൻഗണനകൾ ഇല്ലാതിരിക്കുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ശരിക്കും മുൻഗണനകൾ ഇല്ലാതിരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം അവിടെ അനുഭവവേദ്യമാകുക. ചില ആളുകൾക്ക് മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പിന്നെ അതിൽ ഗണിക്കപ്പെടാതെ പോകുന്ന ഒരു വിഭാഗമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് റിലീജിയസ് ബിക്കം ദ പ്രിറോഗേറ്റീവ് ഓഫ് ദ സെലക്റ്റീവ് ഫ്യൂ, ദെൻ എഫക്റ്റീവ് ലിബർട്ടി വുഡ് ബി ഡിനൈഡ് ടു ദ മാസ്റ്റ് മെജോറിറ്റി. അപ്പോൾ കുറച്ച് ആളുകൾക്ക് മാത്രം നമ്മൾ ചില മുൻഗണനകൾ കൊടുത്തു കഴിഞ്ഞാൽ വലിയൊരു ജനവിഭാഗം അവിടെ തഴയപ്പെടും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വെൽ നീറ്റ് പാർട്ടി സിസ്റ്റം, അതുപോലെ തന്നെ ക്രമബദ്ധമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടി സിസ്റ്റവും ഈ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുകയാണ് ചെയ്യുന്നത്. ഇൻഡിസ്പെൻസിബിൾ ഫോർ പ്രിവെൻഷൻ ഓഫ് ലിബർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു. ഓൾ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ്സ് ആർ inadequate to preserve liberty if the citizens themselves do not possess the proud spirit to preserve it. അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിലും, ഈ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും ഓരോ വ്യക്തികളും അവരുടെ സ്വാതന്ത്ര്യത്തിന് കൂടുതൽ വില കൽപ്പിക്കുകയും അതിൻ്റെ ആവശ്യം ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഇതെല്ലാം ഉണ്ടായിട്ടും കാര്യമുണ്ടാവില്ല. ഓരോ വ്യക്തികളുമാണ് സ്വാതന്ത്ര്യത്തെ കാത്തു സൂക്ഷിക്കേണ്ടത്. ഏറ്റവും പരമപ്രധാനം വ്യക്തികൾ തന്നെയാണ് എന്നിവിടെ പറയുന്നു. People should always be their choice to ensure that their liberty is not encroached upon. അവരുടെ ലിബർട്ടി അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടില്ല അല്ലെങ്കിൽ അവയെ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് ഓരോ വ്യക്തികളും എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എറ്റേണൽ വിജിലൻസ്, ഇറ്റ് ഹാസ് ബീൻ റൈറ്റ്ലി സെഡ്, ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി. സ്വാതന്ത്ര്യത്തിൻ്റെ പിന്നെ വില എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാലത്തുമുള്ള നിരന്തരമായിട്ടുള്ള ജാഗ്രതയാണ് സ്വാതന്ത്ര്യത്തിന് നമ്മൾ കൊടുക്കേണ്ട വില എന്നാണ് ഇവിടെ പറയപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മൾ നിരന്തരം ജാഗരൂകരായിരിക്കണം. നമ്മളുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നുണ്ടോ എന്ന്, എവിടെയെങ്കിലും സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്താൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള നിതാന്ത ജാഗ്രതയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിൽ ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദ ടേം സ്റ്റേറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ. അപ്പോൾ യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് അതിൻ്റേതായ അർത്ഥത്തിൽ ഉപയോഗിച്ച ആദ്യത്തെ ആൾ മാക്കിയവെല്ലിയാണ്. സ്റ്റേറ്റ് ആദ്യം ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് അരിസ്റ്റോട്ടിലൊക്കെ, പക്ഷേ ശരിയായ അർത്ഥത്തിൽ ഉപയോഗിക്കട്ടെ മാക്കിയവെല്ലിയാണ്. ദ ടൈം ലിബർട്ടി ഈസ് ഡിറൈവ്ഡ് ഫ്രം, ലിബർ എന്ന ഏത് വേർഡാണ്? ലാറ്റിൻ വേർഡാണ് ലിബർ എന്ന് പറയുന്നത്. ഡാഷ് ലിബറലിസം അഡ്വക്കേറ്റഡ് നെഗറ്റീവ് ലിബർട്ടി. ആരാണ്? ഏർലി ലിബറലിസം. ആദ്യ കാലഘട്ടത്തിലുള്ള സ്വാതന്ത്ര്യവാദങ്ങൾ എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? ഋണാത്മകമായ സ്വാതന്ത്ര്യവാദത്തെയാണ് കൂടുതൽ ഉയർത്തിക്കാട്ടിയത്. യുവർ ലിബർട്ടി ടു സിങ് യുവർ ഡാഷ് ആൻഡ്സ് വെയർ മൈ നോസ് ബിഗിൻസ്. അപ്പോൾ നിങ്ങളുടെ പിന്നെ കൈ എന്താണ്? സിങ് യുവർ ഹാമാണ്, കൈയാണ് വീശാനുള്ള അധികാരം, അല്ലേ? ദ ഫ്രീഡം ഓഫ് മെനി റിക്വയർ റെസ്ട്രെയിൻസ് ഓഫ് ലോ ഓൺ ദ ഫ്രീഡം ഓഫ് ഓൾ. അപ്പോൾ എന്താണ് ഫ്രീഡം ഓഫ് മെനി? പല ആളുകളുടെ ഫ്രീഡം. റിക്വയർ റെസ്ട്രെയിൻസ് ഓഫ് ദ ലോ ഓഫ് ദ ഫ്രീഡം ഓഫ് നൺ. ആരുടെ ഫ്രീഡവും എന്ത് ചെയ്യാൻ പാടില്ല? ഹനിക്കപ്പെടാൻ പാടില്ല. എറ്റേണൽ വിജിലൻസ് ആണ്, അല്ലേ, ദ പ്രൈസ് ഓഫ് ലിബർട്ടിയുടെ പ്രൈസ് എന്ന് പറയുന്നത്. ഇത്രയുമാണ് 1.3 എന്ന് പറയുന്ന പാഠഭാഗത്തിൽ, അല്ല, ഒന്നാമത്തെ പാഠത്തിൽ മൂന്നാമത്തെ ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി നമ്മൾ ജസ്റ്റിസ് ആൻഡ് ഇറ്റ്സ് റെലവൻസ് ഫോർ സിറ്റിസൺ ആൻഡ് സ്റ്റേറ്റ് അടുത്ത ക്ലാസ്സിലെടുക്കാം. അതുവരെ ഇതിനെപ്പറ്റി വായിച്ച് പഠിച്ച് നന്നായിട്ട് പഠിച്ചതിന് ശേഷം ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, MCQ ക്വസ്റ്റ്യൻസൊക്കെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ ക്രിയേറ്റീവ് അക്കാദമിയിലെ വെബ്സൈറ്റിൽ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തത ഇതിൽ മനസ്സിലാക്കാനും സാധിക്കുകയും ചെയ്യും. പിന്നെ നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകളുണ്ടെങ്കിൽ അത് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ക്രിയേറ്റീവ് അക്കാദമി, കൽപ്പറ്റ.